വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 3 ടൈപ്പ് വെറൈറ്റി ദോശയുമായിട്ടാണ്. നമ്മൾ ദോശയൊക്കെ സാധാരണ നോർമൽ ടൈപ്പിലല്ലേ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള 3 ദോശ നോക്കാം. വെറൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുന്നതൊക്കെ ആയിരിക്കാം, എന്നാലും ഞാൻ ഒന്നുകൂടി കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളത് ഗീ റോസ്റ്റ്, പിന്നെ ഞാൻ എഗ്ഗ് വെച്ചിട്ട് എഗ്ഗ് ദോശ, പിന്നെ നമുക്ക് ടൊമാറ്റോയുടെ ഒരു ചട്നി വെച്ചിട്ടുള്ളൊരു ദോശയും. മസാല ദോശ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാം. നമുക്കപ്പോൾ എഗ്ഗ് ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ചെറിയൊരു സവാള ഇതുപോലെ അരിഞ്ഞെടുക്കുക, പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി അതും അരിഞ്ഞെടുക്കുക, പിന്നെ ഒരു ചെറിയ പച്ചമുളകും എടുത്ത് അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇത് മൂന്നും കൂടി ഒരുമിച്ചിട്ടിട്ട് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും മുട്ടയുടെ പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കുക. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദോശ ചൂടാം. അതിനായിട്ട് ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ കുറച്ചൊന്ന് വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഒരു തുണി കൊണ്ടൊന്ന് ജസ്റ്റ് തുടച്ചെടുക്കുക. നമ്മളതിന് ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നു. മാവ് ഒഴിച്ചതിന് ശേഷം ഒരുപാടിട്ട് പരത്തരുത്. അതായത് നമ്മൾ ഈ മസാല ദോശയ്ക്കും ഗീ റോസ്റ്റിനും ഒക്കെ ഒരുപാട് നേരം ഇങ്ങനെ നല്ലതായിട്ട് പരത്തിയെടുക്കും വട്ടത്തിൽ. പക്ഷേ ഇത് അത്ര എന്താ പറയുക തിന്നായിട്ട് പരത്തണ്ട, കുറച്ച് കട്ടിയിലിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മുട്ടയൊക്കെ എടുക്കുമ്പോഴേക്കും ശരിയായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നിട്ട് 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഇതുപോലെ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്തിട്ട് അത് സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞു വരുന്നു എന്ന് കാണുമ്പോൾ നമ്മളൊന്ന് മുട്ട ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക്. നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോയിൽ വേണം ഇടാനായിട്ട്. നമുക്ക് മുട്ടയൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോഴേക്കും മുട്ട കൂടെ ഒന്ന് കുക്കായി കിട്ടും. നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മടക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാറിൻ്റെ ചട്നിയുടെ കൂടെ കഴിക്കാൻ കിടിലൻ ടേസ്റ്റാണ്. ഇനി നമുക്ക് ടൊമാറ്റോ ചട്നി വെച്ചിട്ടുള്ളൊരു ദോശ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ തക്കാളി ഇതുപോലെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്കിതൊന്ന് ചട്നി റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം സവാള എരിഞ്ഞതും ഒരു പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പില കൂടി വേണം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയുടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ടൊമാറ്റോയുടെ ജ്യൂസ് ഒരുപാട് ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ചൊരു 5-10 സെക്കൻഡത്തേക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. കുറച്ച് തിക്കായിട്ടുള്ള ചട്നിയാണ് നമുക്ക് വേണ്ടത്. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടിട്ട് ചട്നി അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ദോശ നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക.
നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോയുടെ ചട്നി ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ ചട്നി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനി നമുക്ക് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഗീ റോസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വട്ടത്തിൽ പരത്തിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡൊക്കെ നല്ല ബ്രൗൺ കളറിൽ മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് മടക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, ഗീ റോസ്റ്റും തയ്യാറായി കഴിഞ്ഞു. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഉള്ള ദോശ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റുമാണ് കൂടുതൽ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.